ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് 43ാമത് ഷോറൂം പത്തനംതിട്ട അടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അടൂർ ബൈപ്പാസിലാണ് 3 നിലകളിലായി വിപുലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി MP, നിയുക്ത പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, CPI ജില്ലാ സെക്രട്ടറി CK ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ഷോറൂമിന് എല്ലാവിധ ആശംസകളും നേരുന്നതായി ആന്റണി MP പറഞ്ഞു. അടുത്ത ഓക്സിജന്റെ ഷോറൂം പാലക്കാട് ആരംഭിക്കുമെന്ന് CEO ഷിജോ K തോമസ് പറഞ്ഞു. കേരളത്തിലെ 43ാമത്തെയും പത്തനംതിട്ട ജില്ലയിലെ 6ാമത്തെയും ഷോറൂമാണ്. പിന്നെ ഞങ്ങളുടെ ഈ സ്റ്റോർ ഒരു 50 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വിവിധ വില ശ്രേണിയിലുള്ള പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഏറ്റവും ഒരു സാധാരണക്കാരന്റെ കീശയിൽ ഒതുങ്ങുന്നതും ഏറ്റവും ഹൈ എൻഡ് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരെയും സന്തോഷത്തോടെ ഈ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് ഇതിന്റെ ആഫ്റ്റർ സർവീസാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ആഫ്റ്റർ സർവീസും അവർക്ക് കൊടുക്കുന്ന ആ കരുതലും, അതുപോലെ അന്തർദേശീയ വിപണിയിലെ എല്ലാ ബ്രാൻഡുകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന്, എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ രംഗത്ത് ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ആശയം ഷിജോയുടെയാണ്. ഇന്ത്യയിൽ ആരും കമ്പ്യൂട്ടറിന് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ്, മൊബൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു നല്ല നവീനമായ ആശയം അത് ഏറ്റവും ഫലവത്തായി രൂപം കൊണ്ടതാണ് ഇന്ന് കാണുന്ന ഈ വലിയ ശൃംഖല. 43ഓളം ബ്രാഞ്ചുകൾ. ഒരു ഗവൺമെന്റ് ജോലി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ഷിജോ ജോലി കൊടുത്തിരിക്കുക. എത്ര പേരുണ്ട് ഇപ്പോൾ സ്റ്റാഫ്? 2500 ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളത്തോടു കൂടി. ഷിജോയുടെ ഒരു പ്രത്യേകത ഈ ജീവനക്കാരെ എല്ലാം കുടുംബാംഗങ്ങളെ പോലെ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഷിജോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഷിജോ നമുക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുന്ന നല്ലൊരു സംരംഭകനാണ്. അടൂരിലെ ജനങ്ങൾ ഓക്സിജനെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു ചെറിയ ഷോറൂം അടൂരിന്റെ നഗരഹൃദയത്തിലിട്ടപ്പോൾ തന്നെ അവിടുത്തെ തിരക്കും അവിടെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും അതുകൊണ്ടാണ് ഇന്ന് വലിയ ഷോറൂമിലേക്ക് മാറിയത്. ഓക്സിജന്റെ ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നേരും. നമ്മുടെ പ്രിയപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ട ഇവിടെയുണ്ട്. അടൂരുകാരനാണ് അദ്ദേഹം. MLA ആയി വിജയം വരിച്ചതിന് ശേഷം ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ നേട്ടങ്ങളും വളരെ വ്യക്തിപരമായി കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്വന്തം സ്ഥാപനം പോലെ എന്നല്ല, ഒരു സ്വന്തം സ്ഥാപനമായിട്ടുള്ളൊരു ഫീലുള്ള സ്ഥാപനമാണ് ഓക്സിജൻ. ഈ ചടങ്ങ് പോലും ഇന്നാണ് ചടങ്ങ് എന്നോട് കാഷ്വലി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ ഈ ചടങ്ങിനുണ്ടാകും എന്ന് പറയുന്ന തരത്തിൽ ഒരു സഹോദര ബന്ധമുള്ള ഒരാളാണ് ഷിജോ ചേട്ടൻ. അതൊരു ബിസിനസ്സുകാരൻ നിലയിലല്ല, ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ ആളുകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ, സാധാരണക്കാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഓക്സിജന്റെ ഇപ്പോൾ ഇവിടുത്തെ ഈ വലിയ ഷോറൂമിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നോട് ഇവിടെ അടൂര് ഷോപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ബിൽഡിംഗൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പ്ലേസ് ചെയ്ത ആവശ്യം പാലക്കാട്, നമുക്കിപ്പം എല്ലാം നമ്മളിങ്ങനെ ഇപ്പം മിനിസ്റ്ററെ കാണുമ്പോഴും പാലക്കാട് ഒരു പദ്ധതി എന്നാണല്ലോ പറയുന്നത്. MPയോട് പാലക്കാട്ടേക്ക് ഫണ്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ശിവചേട്ടനെ കണ്ടപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു പാലക്കാട്ടേക്ക് അവിടെ മൊബൈൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോണിക് ഷോപ്പ് കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.